ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വിഷുവിന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അരിപ്പായസം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് പച്ചരിയാണ് കേട്ടോ. പച്ചരി വേണമെങ്കിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ പൊടിക്കാതെയാണ് ഇവിടെ പച്ചരി എടുക്കുന്നത്. അത് കഴുകി ഊറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരുന്ന പച്ചരി ഇട്ട് കൊടുത്ത് ഒന്ന് വറുക്കണം. വറുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു സ്പൂൺ ഇടുന്നുണ്ട്. ഈ സ്പൂൺ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ പതച്ച് പുറത്തോട്ട് പോകില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുക്കറിൽ ഒരു 2 വിസിലടിച്ചെടുക്കണേ. ആ സമയത്ത് നമുക്ക് ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കാം. ഓൾറെഡി പൊടിച്ച ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 1/4 മുതൽ 1 കപ്പ് ശർക്കര വരെ ചേർക്കാം. അപ്പോൾ ശർക്കര ഒരല്പം വെള്ളം ഒഴിച്ചൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുക. അതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലും ഒഴിക്കാം, നമുക്ക് പശുവും പാലും ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് തിള വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരിയെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ചോറും പാലും നന്നായിട്ട് വെന്ത് ഇതുപോലൊന്ന് കുറുകി വരണം. അപ്പോൾ ചെറു തീയിൽ വേണം നമ്മളിതൊന്ന് ഇതുപോലെ ആക്കിയെടുക്കാൻ. ഇങ്ങനെ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിൽ 1-ാം പാലാണ് ഒഴിക്കേണ്ടത്, അല്ലെങ്കിൽ പശുവും പാൽ ഒഴിക്കാം. അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിക്കുക. യോജിപ്പിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അധികം തിളക്കേണ്ട കാര്യമില്ല. നമുക്ക് നെയ്യിൽ കാഷ്യൂവും കിസ്മിസും വറുത്ത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു അരിപ്പായസം റെഡിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.